പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം വെളിയിൽ ബാക്കി ചിലർക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത 2 ഫ്രണ്ട്സാണ് സൂരജ് നീരജ്. ആ 2 പേര് എഴുതിയേക്കുന്ന 1.5 വർഷം മുമ്പേ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അവർ ത്രൂ ഞാൻ ഈ കഥ നല്ലോണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപരി നമ്മളെ കേട്ട സാധനങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അത് വേറൊരു അനുഭവമാണ്. ഇതിനൊക്കെ ഉപരി എനിക്ക് മമ്മൂക്കയുടെ കൂടെ ചെറിയൊരു സാധനം ഷെയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റോറി വൈസൊക്കെ ഭയങ്കര രസമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മേക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും. പണ്ട് GVMൻ്റെ 90 കിഡ്സ് എന്ന് പറയുമ്പോൾ GVMൻ്റെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ ആ ഒരു ഫാൻ വൈസ് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്കിത് വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നായികമാരെയൊക്കെ പുള്ളിക്കാരനെ പ്ലേസ് ചെയ്യുന്ന അവരുടെ സൗന്ദര്യം എങ്ങനെ ഒപ്പിയെടുക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞ സ്ക്രീനിൽ ഇത് കാണുമ്പോൾ. അതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. ഈ പുള്ളിക്കാരൻ പലതവണ ഞാൻ അതിൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുള്ളത് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കുന്നത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ എങ്ങനെ ഇത് എടുക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടും. അതുപോലെ ഭയങ്കര സ്പീഡാണ് പുള്ളി എടുക്കുന്നതിൽ. ഒരു ദിവസമൊക്കെ 2-3 സീനൊക്കെ പുള്ളി നല്ല രീതിയിൽ എടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതെന്ന്. പക്ഷേ അത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി കണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നത്. ഒരു സജഷനും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഐഡിയ ഉണ്ട് ബേസിക് അത് എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പം എല്ലാത്തിനും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റാവും. മമ്മൂക്കയുടെ അടുത്ത ഹാർട്ടിക്ക് അടിക്കാൻ പോകുന്നൊരു പടമാണ് വിജയം വൈസ്. ഓക്കെ, താങ്ക് യു.